ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും കേക്കൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും അല്ലേ. അപ്പോൾ നമ്മളിന്നൊരു വെറൈറ്റി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ തയ്യാറാക്കാൻ പോണത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിന്നിവിടെ കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്മസ് ആയിട്ട് നിങ്ങളെല്ലാവരും നമ്മൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയല്ലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് മടിക്കാതെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് മടിക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞൊരു ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എന്നാലാണ് ഞാൻ അടുത്തതായിട്ട് ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ചെയ്യണേ. ആദ്യം നമുക്ക് നമ്മൾ കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു അര കപ്പിൽ കുറച്ച് താഴെയായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി മെഷറിംഗ് കപ്പ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സോ കപ്പൊക്കെ കാണുമല്ലോ, അപ്പോൾ അതിൽ എടുത്താൽ മതിയിട്ട് അളവ്. അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അതേ കപ്പിൽ തന്നെ അളന്നെടുത്താൽ മതി. അപ്പോൾ നമ്മൾ അര കപ്പിൽ കുറച്ച് താഴെയായിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിതിൽ എസൻസ് ഒന്നും ചേർക്കുന്നില്ല, ഏലക്ക മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനത്തെ നമ്മൾ പഞ്ചസാര നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഏലക്കായൊക്കെ കംപ്ലീറ്റ് ആയിട്ടും പൊടിഞ്ഞ് പോയിക്കോളും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് എടുക്കുക. ഇനി നമുക്ക് ഈ പൊടിച്ച പഞ്ചസാര വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ മെഷറിംഗ് കപ്പ് സ്പൂണൊന്നും ഇല്ലാതെ കേക്ക് ഉണ്ടാക്കണത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഒക്കെ മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മെഷറിംഗ് കപ്പ് സ്പൂൺ ഇല്ലാത്തവരുണ്ടെങ്കിൽ കേക്ക് ഉണ്ടാക്കാൻ മടിച്ചിരിക്കേണ്ട ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കിയാൽ മതി. അപ്പോൾ അതുപോലെ ഈ ഒരു കേക്കും തയ്യാറാക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മൾ കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടിയാണ്. അപ്പോൾ നമ്മളിവിടെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദപ്പൊടി എടുക്കാം. അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് നിറയെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് വടിച്ചിട്ട് വേണം നമ്മൾ പൊടി എടുക്കാനായിട്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ കേക്കിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസിങ് ആവാനാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. ഈ പൊടിയിൽ ഈ ബേക്കിംഗ് പൗഡറും ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവാനായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ ഇതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അരിച്ചെടുക്കുമ്പോഴായാലും നന്നായിട്ട് മിക്സായി കിട്ടും. ഒരു 2 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് അരിച്ചെടുക്കാം അരിപ്പയിലിട്ടിട്ട്. ഞാനിവിടെ ജസ്റ്റ് ഇങ്ങനെ മിക്സാക്കി എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയാൽ മതി. അപ്പോൾ അതിനായിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അങ്ങനത്തെ നമ്മളിതിവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ കേക്ക് ടിന്നൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. കേക്ക് ടിന്നൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ വീട്ടിലുള്ള ചെറിയ ഏതെങ്കിലും പാത്രങ്ങൾ എടുത്താൽ മതിയിട്ട്. ഇതുപോലൊരു പാത്രം, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്ന ചൂറ്റുപാത്രമൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതിലേതെങ്കിലുമൊക്കെ ഒരു പാത്രം എടുത്താൽ മതി. ഇതുപോലത്തെ ഒരു സൈസിലുള്ളത്, ഒരുപാട് വട്ടത്തിലുള്ളത് വേണ്ട, കുറച്ച് ചെറിയ പാത്രം എടുത്താൽ മതി. നമ്മൾ ചെറിയൊരു കേക്കാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഇതുപോലത്തെ ഒരു പാത്രം എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗത്തും ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടി ഇട്ടിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കേക്ക് ഇതിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. ഇനി നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കേക്ക് ടിന്നിൻ്റെ ഒരു സൈസിന് കട്ട് ചെയ്തിട്ട് ഉള്ളിൽ വെച്ച് കൊടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ A4 ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ആക്കി കൊടുത്താലും മതിയിട്ട്. നമ്മൾ മുൻപത്തെ വീഡിയോയിലൊക്കെ A4 ഷീറ്റ് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടാണ് കേക്ക് ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മളിതുപോലെ ജസ്റ്റ് ഒന്ന് പൊടി ഇട്ടിട്ടൊന്ന് തട്ടി സെറ്റാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബാക്കി വരുന്ന പൊടി നമുക്ക് തട്ടിക്കളയാം. അപ്പോൾ ഇതുപോലെ നമ്മൾ കേക്ക് ടിന്നൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് സെറ്റാക്കി മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഞാനിവിടെ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള അര കപ്പ് മെഷറിംഗ് കപ്പിൻ്റെ അളവിൽ ഒരു അര കപ്പിൽ കുറച്ച് താഴെയായിട്ടാണ് വെള്ളം എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് മിക്സാക്കി എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടുവെള്ളത്തിന് പകരം പാൽ ചേർത്തിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ പാലെടുക്കുമ്പോൾ നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലെടുത്തിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ വെള്ളം നമ്മൾ കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. മൊത്തം ഒരുമിച്ച് ഒഴിക്കരുത്. അപ്പോൾ നമ്മളിങ്ങനെ മിക്സാക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം വേണമെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കുക. വെള്ളം കൂടി പോകരുത്, എന്നാൽ ഒരുപാട് ടൈറ്റായി പോകാനും പാടില്ല കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ മിക്സാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ടോട്ടൽ എടുത്തിട്ടുള്ളത് ഈ ഒരു കപ്പിൽ ഒരു 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ. ഒരു കപ്പ് നിറയെ വേണ്ട, ഒരു 1/4 കപ്പോളം മതി. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് ഇതുപോലെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അങ്ങനത്തെ നമ്മളിതിവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു ബാറ്റർ ഈ ഒരു തിക്നെസ്സിലാണ് വേണ്ടത്. വല്ലാണ്ട് ലൂസായി പോകാൻ പാടില്ല, എന്നാൽ വല്ലാണ്ട് ടൈറ്റായി പോകാനും പാടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കുക.
ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് ഓയിലാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലിന് പകരം നെയ്യോ ബട്ടറോ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മെൽറ്റാക്കിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യും ബട്ടറൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും ഓയിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഓയിൽ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഓയിൽ ചേർത്തൊന്ന് മിക്സ് ആക്കുമ്പോൾ നമ്മൾ ഈ ഒരു ബാറ്റർ കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് വരും. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ ദേ നമ്മളിവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്റർ ദേ കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ബാറ്ററായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ മിക്സാക്കി എടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടാൻ നല്ല രസമായിരിക്കും കേട്ടോ. ട്യൂട്ടി ഫ്രൂട്ടി അല്ലെങ്കിൽ വല്ല ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ കേക്ക് കഴിക്കുന്ന സമയത്ത് ട്യൂട്ടി ഫ്രൂട്ടി നമുക്ക് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും കഴിക്കാനായിട്ട് കിട്ടും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ടൂട്ടി ഫ്രൂട്ടി നമ്മൾ കേക്ക് ബാറ്ററിൽ എല്ലാ ഭാഗത്തേക്ക് എത്താനായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇനി ഒരു സംഭവം കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട് കേട്ടോ. നമ്മൾ ഈ കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് പൊങ്ങി വരാനായിട്ട് നമ്മളിതിലേക്ക് ഒരു സംഭവം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വേറൊരു സ്പൂണിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് വിനീഗറാണ്. സൊറുക്ക എന്നൊക്കെ പറയില്ലേ ഒരു സംഭവം. അപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ സൊറുക്കയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക. ഇതിങ്ങനെ മിക്സാക്കുമ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് പതഞ്ഞ് വരും. ഇങ്ങനെ പതഞ്ഞ് വരുമ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് ബാറ്ററിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇനി ഒട്ടും സമയം കളയാൻ പെട്ടെന്ന് തന്നെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് ചെയ്യണത്. ഇത് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് നേരം വൈകിക്കരുത്. പെട്ടെന്ന് തന്നെ നമ്മൾ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കട്ടെ. നമ്മൾ ഈ ബേക്കിംഗ് സോഡയും ഈ വിനീഗറും കേക്കിൻ്റെ ഈ ഒരു ബാറ്ററിൽ എല്ലാ ഭാഗത്തേക്ക് എത്തണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ അധികം നേരം വെയിറ്റ് ചെയ്യരുത്. പെട്ടെന്ന് തന്നെ നമുക്കിതിന് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ബാറ്റർ നമുക്കിനി കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ നമ്മളെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പാത്രം നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കേക്ക് ബാറ്ററിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പോകാനായിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കാം കേട്ടോ. ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ എയർ ബബിൾസൊക്കെ പോയിക്കോളും. ഇനി നമ്മളത് ബേക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത് ഒരു കുക്കറാണ് കേട്ടോ. ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി മാത്രം എടുക്കുന്ന ഒരു കുക്കറാണിത്. ഇതിനകത്തേക്ക് നമ്മളിതുപോലെ സ്റ്റീലിൻ്റെ ഒരു റിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. റിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ ചെറിയൊരു പാത്രം വെച്ച് കൊടുത്താലും മതി. നമ്മുടെ കേക്ക് ടിന്ന് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാത്രം എന്തെങ്കിലും വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കേക്ക് ടിന്ന് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഈ കുക്കറിൽ വേറെ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല, മണലിടേണ്ട ആവശ്യമില്ല, വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് റിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കേക്ക് ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഈ കേക്ക് ടിന്ന് ഇറക്കി വെക്കുന്ന സമയത്ത് നമ്മളെ കുക്കർ നല്ല ചൂടുണ്ടാവണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇത് ഇറക്കി വെക്കുന്നതിന് മുമ്പായിട്ട് കുക്കറൊന്ന് ചൂടാക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ ചൂടായതിന് ശേഷം വേണം നമ്മൾ ഈ കേക്ക് ടിന്ന് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിത് കുക്കറിൻ്റെ മൂടി കൊണ്ട് മൂടാണെങ്കിൽ കുക്കറിൻ്റെ മൂടിയുടെ വാഷറും വിസിലും മൂടിയതിന് ശേഷം വേണം മൂടി വെക്കാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഏതെങ്കിലും ഒരു മൂടി കൊണ്ട് മൂടി വെച്ചാലും മതി. എന്നിട്ട് നന്നായിട്ട് അടഞ്ഞിരിക്കാനായിട്ട് ഞാൻ ചെറിയൊരു വെയിറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് അടച്ച് വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം നമുക്കൊരു 50 മിനിറ്റ് 55 മിനിറ്റ് ഇത് ബേക്ക് ചെയ്യാനായിട്ട് വേണ്ടി വരും. അങ്ങനെ ഇപ്പോൾ നമ്മൾ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് ഡിമോൾഡ് ചെയ്ത് കാണിക്കുകയാണ്. കേക്ക് കുക്കായി എന്ന് പറയാനായിട്ട് നമ്മളൊരു ടൂത്ത് പിക്ക് കത്തി അങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് കുത്തി നോക്കിയാൽ മതിയിട്ട്. അപ്പോൾ അത് മുട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കേക്ക് ബേക്കായി എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മൾ കേക്ക് ടിന്നിൽ നിന്ന് നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മളെ കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 1/2 കിലോ കേക്കിൻ്റെ ഒരു വെയിറ്റാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് 1/2 കിലോൻ്റെ ചെറിയൊരു കേക്കാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ 4 മണിക്ക് നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കേക്കാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. നമ്മളിതിൽ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ഇത് കഴിക്കുമ്പോൾ ഇടയ്ക്ക് അത് കടിക്കാനും കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ സിമ്പിളായിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട അതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ കേക്ക് ഇപ്പോഴും ചെറിയ ചൂടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടും ചൂടാറിയിട്ടില്ല. ഇതൊന്ന് ചൂടാറി കുറച്ച് നേരം ഒന്ന് ഇരിക്കുമ്പോഴാണ് ഒന്ന് സെറ്റ് ആവാട്ടോ. അത് നമ്മൾ ഉണ്ടാക്കിയ അപ്പോൾ തന്നെ കഴിക്കരുത്. കുറച്ച് നേരം ഒന്ന് വെച്ചതിന് ശേഷം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം കഴിച്ചാൽ മതി. അപ്പോൾ ഇതേ നമ്മൾ കേക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ പാലും മുട്ടയും ഒന്നും ചേർക്കാതാണ് തയ്യാറാക്കിയിട്ടുള്ളത്. എങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഈ രീതിയിൽ എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഒരു ബേക്കിംഗ് ടൂൾസും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിന്ന്
നമ്മുടെ ഈ ഒരു കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ എല്ലാവരുടെ ഫീഡ്ബാക്സും കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ കുക്കിംഗ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെ നല്ല ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഇതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്